പണം വാങ്ങി പറ്റിക്കാൻ ശ്രമിച്ച ദില്ലിയിലെ ഫിൻടെക് കമ്പനിക്കെതിരെ ഉപഭോക്തൃ കമ്മീഷനിൽ സ്വയം വാദിച്ച് നഷ്ടപരിഹാരം നേടിയെടുത്ത യുവാവ് വേങ്ങര സ്വദേശി യാസർ അറഫാത്തിനാണ് 25,000 രൂപ നഷ്ടപരിഹാരം കിട്ടിയത്. കമ്പനിയുടെ വാലറ്റിലേക്ക് പണം നിക്ഷേപിച്ചെങ്കിലും ക്രെഡിറ്റ് കാണിക്കാതെ വന്നപ്പോഴാണ് യാസർ നിയമവഴിയിൽ നീങ്ങിയത്. തനിക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു ലഭിക്കാൻ വേണ്ടി ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ചു ജയിച്ച ഒരാളെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വേങ്ങര സ്വദേശിയായിട്ടുള്ള യാസർ അറഫാത്താണ്. അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അതായത് ഫിൻടെക് എന്ന കമ്പനിയുടെ വാലറ്റിലേക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റുകയും എന്നാൽ ആ വാലറ്റിൽ ആ പണം എത്താത്തതിനെ തുടർന്ന് നിരന്തരമായി കമ്പനിയുമായിട്ട് നിയമ പോരാട്ടം നടത്തി ഒടുവിൽ നഷ്ടപരിഹാരം അടക്കം കിട്ടിയ കഥയാണ്. യാസർ അറഫാത്ത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഞാൻ 2024 നവംബറിൽ ഞാനൊരു സ്ഥാപനം നടത്തുകയാണ്, ഒരു യാസ് അസോസിയേറ്റ് എന്ന സ്ഥാപനം. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ചെയ്തു കൊടുത്തത്. പക്ഷെ അവരെൻ്റെ വാലറ്റിൽ ഫണ്ട് ചെയ്തു തന്നില്ല. നിരന്തരം കോൺടാക്ട് ചെയ്യുമ്പോൾ എന്തോ ടെക്നിക്കൽ എറർ പറയുകയാണ്. തിരിച്ചു ചോദിച്ചു. അപ്പോൾ ബാങ്ക് പോയിട്ട് നീ റിവൈസ് ചെയ്തു പറഞ്ഞു. ബാങ്കായിട്ട് സമീപിച്ചപ്പോൾ അവർ പറയുന്നത്, ബാങ്ക് പറഞ്ഞ് അവർ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അവരുടെ അക്കൗണ്ടിൽ, അവർ റിവൈസ് ചെയ്യാൻ കൺസെൻറ്റ് ചോദിച്ചിട്ട് തരുന്നില്ല. അങ്ങനെ കമ്പനിയെ നിരന്തരം കോൺടാക്ട് ചെയ്തു. അവസാനം സഹി കെട്ടിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ തടസ്സമാണെന്ന് പറഞ്ഞിരുന്നല്ലേ, വാലറ്റിൽ പൈസ വരാണ്, അത് തടസ്സമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഓപ്ഷൻ അവർ ഫണ്ട് സ്വീകരിച്ചു, അവർക്ക് റിവൈസ് ചെയ്യാം. അത് അവർ തരുന്നുമില്ല. അങ്ങനെ അവസാനം അവരായിട്ട് ഞാൻ വാക്ക് തർക്കമായപ്പോൾ അവർ എന്നോട് പറയുന്നത് അപ്പോൾ ഈ താൻ കേസ് കൊടുക്കാറുണ്ട്. അത് ആ ഒരു രീതി കൊണ്ടാണ് പിന്നെ ഞാൻ കേസിലൂടെ മുന്നോട്ട് പോവുകയും അങ്ങനെ നിയമം എൻ്റെ നോട്ടീസ് അവർക്ക് കിട്ടിയ ഉടനെ തന്നെ, അതൊരു 10 മാസം കഴിഞ്ഞ് നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ അവരെൻ്റെ 10,000 രൂപ തിരിച്ചു തന്നു. അപ്പോൾ നിനക്ക് കേസ് പിൻവലിച്ചൂടെ, പക്ഷേ എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ച സ്ഥിതിക്ക് ഞാൻ മുന്നോട്ട് തന്നെ നീങ്ങുകയായിരുന്നു. അങ്ങനെയാണ് എനിക്കിപ്പോൾ 25,000 രൂപ നഷ്ടപരിഹാരവും 5,000 രൂപ കോടതി ചെലവും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതവരെ എൻ്റെ അക്കൗണ്ടിലേക്ക് തരുകയും ചെയ്തു. സ്വയം വാദിച്ച് ജയിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു കൗതുകം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ കോടതി നടപടികളൊക്കെ? ഒരിക്കലും എളുപ്പമല്ല. ഈ ഒരു എളുപ്പമില്ലാത്തൊരു ഘടകം തന്നെയാണ് ഈ ഇതുപോലുള്ള കുത്തക കമ്പനികൾ മുതലെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എത്ര നഷ്ടപ്പെട്ടാലും നമ്മളതായിട്ട് മുന്നോട്ട് പോകണം. എല്ലാ രേഖകളും ഞാൻ അവർക്ക് അയച്ച ഇമെയിൽ തൊട്ട് എല്ലാ രേഖകളും ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ തെളിവിൻ്റെ വേണ്ടിയിട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംതിയാസ് കരീം, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.